പരിശുദ്ധ ദൈവമേ, വിശുദ്ധ ഈ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളോട് കൂടി ഇരുന്ന് തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായിട്ട് സ്തുതിക്കുന്നു. സന്ധ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പാട്ടുകളും ഞങ്ങളുടെ പ്രസംഗങ്ങളും ഞങ്ങളുടെ കൂടിവരവുകളും എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നവരുടെ മേലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ആദ്യോടന്തം തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ആത്മാവിൽ നിറഞ്ഞവരായി കൃപയോടെ മടങ്ങുവാനും നീ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മൂന്നാം ദിവസത്തെ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് ഏവരെയും അതുമായി സ്വാഗതം ചെയ്തുകൊണ്ട് കൺവെൻഷൻ പാഠപുസ്തകങ്ങളിലെ 67ാമത്തെ ഗാനം എത്ര നല്ലവൻ എൻ യേശു നായകൻ ഏതു നേരത്തും നടത്തിരുന്നവൻ എന്ന ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകളടിച്ച് ചേർന്ന് പാടാം.
കൺവെൻഷൻ ഗാനങ്ങളിലെ 4ാമത്തെ ഗാനം ജീവൻ തന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന ഗാനം. ഈ കൺവെൻഷൻ ഗാനം രചനയും സംഗീതം ചെയ്തിരിക്കുന്നത് റവറൻ റെനി ജോൺ പുല്ലൻ. പാഠപുസ്തകം 20 രൂപ നിരക്കിൽ ഏവർക്കും ലഭ്യമാണ്. ഏവരും പാഠപുസ്തകങ്ങൾ വാങ്ങി ചേർന്ന് പാടണം. നാലാമത്തെ ഗാനം
കൺവെൻഷൻ ഗാനങ്ങളുടെ 8ാമത്തെ ഗാനം. ഒറ്റയ്ക്കല്ല ഞാൻ ഒറ്റയ്ക്കല്ല, യേശുവൻ കൂടെയുണ്ട് ബാല്യം മുതൽ ഈ ദിനം വരെ എന്ന ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഈ ഗാനം രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് റവറൻ ജോർജ് മാത്യു അച്ഛനാണ്. കൺവെൻഷൻ ഗാനങ്ങളിലെ 8ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം.
കൺവെൻഷൻ ഗാനങ്ങളിലെ 41 ഗാനം, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ എന്ന ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന കൈകളെ അടിച്ച് ചേർന്ന് പാടാം. കൺവെൻഷൻ ഗാനങ്ങളിലെ 41 ഗാനം, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ.
ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മലയിൽ സാബു കോശിച്ചേറിയൻ ബിഷപ്പ്, തോമസ് കെ ഉമ്മൻ തിരുമേനി, ഉമ്മൻ ജോർജ് തിരുമേനി, പ്രിയ അച്ഛന്മാരെ, എൻ്റെ മുമ്പാകെ മാതാപിതാക്കളെ, ഉത്തരാഞ്ചൽ മിഷനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളോട്ടെ. എനിക്ക് വേണ്ടി 3 മിനിറ്റാണ് അച്ഛൻ നൽകി തന്നിരിക്കുന്നത്. ആ 3 മിനിറ്റിൽ മിഷനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഉത്തരാഞ്ചൽ മിഷൻ ആരംഭിച്ചത് സെപ്റ്റംബർ മാസം 5-ാം തീയതി 2005 ഈ മിഷൻ ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിലുള്ള ദേവഭൂമി എന്നറിയപ്പെടുന്ന അവിടുത്തെ ക്യാപിറ്റലായ ദെഹ്റാദൂണിലാണ് ഈ മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഈ മിഷൻ്റെ വിഷൻ നമ്മുടെ എമിറേറ്റസ് തോമസ് സാമുവൽ തിരുമേനിയുടെ ഒരു ദീർഘവിഷനായിരുന്നു ഹിമാലയൻ മിഷൻ ആരംഭിക്കണമെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ അച്ഛനെ നമ്മൾ അയച്ചത്. മിഷണറിയായ റെവറൻ റോബിനായ് മാത്യു അച്ഛനാണ് അങ്ങനെ 2005 സെപ്റ്റംബർ 5-ാം തീയതി ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ഈ മിഷൻ അവിടെ ആരംഭിച്ചത്. അങ്ങനെ അവിടെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ മിഷൻ അവിടെ ആരംഭിച്ചത്. ജസ്റ്റ് വി ആർ ഗിവിങ് എ ഗുഡ് ക്രിസ്ത്യൻ വാല്യൂസ് ടു ദാറ്റ് സൊസൈറ്റി ആൻഡ് ദ ചിൽഡ്രൻ. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മിഷൻ ആരംഭിച്ചത്. അങ്ങനെ ഇന്ന് 20 years ഈ മിഷൻ പൂർത്തീകരിച്ച്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇൻ എ ഇൻഫെൻസീവ് പീരീഡ്. തുടങ്ങിയ ആ ഫീൽഡിൽ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് തന്നെ നിൽക്കുന്നത്. അതിൻ്റെ പൊളിറ്റിക് വശങ്ങളുണ്ട്, മറ്റ് പല കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട്, ലാംഗ്വേജസിന് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ദൈവം സാഹചര്യം തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ അത് നിന്നു പോകാതെ അന്ന് മുതൽ ഇന്ന് വരെ കടന്നു വന്ന മിഷനറിമാർ അത് ഭംഗിയായിട്ട് ആ മിഷനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ നമുക്ക് 12 ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, 2 കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട്, 1 ടൈലറിംഗ് സെൻറ്റർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 125 ചിൽഡ്രൻസ് ഉണ്ട്. ഈ 125 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഈ സെൻറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് അവിടെ കെട്ടിടമൊന്നുമില്ല, മറിച്ച് അവിടുത്തെ ഹൈന്ദവരുടെ ടീച്ചേഴ്സിൻ്റെ അല്ലെ ആ സ്ത്രീകളുടെ വീട്ടിലാണ് ഈ ട്യൂഷൻ ക്ലാസ്സസ് നടത്തി വരുന്നത്. ഞാൻ 5 തൊട്ട് 7 മണി സമയത്ത് ആ ടീച്ചേഴ്സിൻ്റെ വീട്ടിൽ ചെല്ലുകയും കുഞ്ഞുങ്ങളെ എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യും. എല്ലാ ടീച്ചേഴ്സിനൊന്നും കുഞ്ഞുങ്ങൾക്ക് എല്ലാ വിഷയങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷേങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുക. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇഫ് വി ആർ ഗെറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ വേർഡ് ഓഫ് ഗോഡ്, ഇവാഞ്ചലൈസിങ് ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നോർത്ത് ഇന്ത്യൻ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഏറ്റവും വലിയ പ്ലേസ് ആണ്, ദേവഭൂമി എന്ന് അറിയപ്പെടുന്നതാണ്. മറ്റേ നമുക്ക് അവിടെ ഉള്ളത് ഒരു മലയാളം സെൻറ്ററാണ് നമുക്കുള്ളത്. അവിടെ ഒരു NTC സെമിനാരി ഉണ്ട്. ആ സെമിനാരിയുടെ ഹോൾ എടുത്താണ് മാസത്തിൽ 2 പ്രാവശ്യം നമ്മുടെ CSI ഓർഡർ ഓഫ് വർഷിപ്പ് ആരാധന അവിടെ നടത്തി വരുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ 2-3 ഫാമിലീസ് മാത്രമേ CSIയിലെ, അവരും പിന്നെ മർത്തോമയിലെ കുറേ ഫാമിലീസും ഇവാഞ്ചലിക്കൽ പള്ളിയിലെ ഫാമിലി മെമ്പേഴ്സും ഈ NTC സെമിനാരിയിലെ തിയോളജിക്കൽ സ്റ്റുഡൻസ്, അവിടെ കൊല്ലംകോട്ട ഡയസിസ് 2 ഫൈനൽ ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് ഇപ്പം പഠിച്ച് പാസ് ഔട്ട് ഇറങ്ങി, ഒരാൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് BTA ചെയ്തു. അങ്ങനെ അറൗണ്ട് 20 to 25 ആൾക്കാർ അവിടെ നമ്മുടെ ഈ മലയാളം ഓർഡർ ഓഫ് വർഷിപ്പിൽ ഈ അറയെ സംബന്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മർത്തോമയിലെയും ഒരു അച്ഛൻ മാസത്തിൽ 1 പ്രാവശ്യം അവിടെ വരും. അങ്ങനെ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഞങ്ങളെ ക്ഷണിക്കും. അങ്ങനെ ഞാനും നമ്മുടെ CSIയിലെ ഫാമിലീസ് ആരാധനിപ്പിച്ച് അങ്ങനെ മർത്തോമയും CSI ഒരു യൂണിറ്റി ആയിട്ട് മലയാളം ആരാധന നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ 2 ലോക്കൽ മിഷണറീസ് ഉണ്ട്. ഒന്ന് മഹാവീർ സിംഗ് ആൻഡ് രണ്ടാമത്തെ രവികുമാർ. ഒരു മിഷണറി നമ്മുടെ ഈ മിഷനിൽ വന്നിട്ടുണ്ട്, അവരുടെ കുടുംബത്തിലുള്ളവർ വന്നിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോഴത്തേക്ക് സ്റ്റോളിൽ വന്ന് അവരെ കാണാം, മീറ്റ് ചെയ്യാം. അങ്ങനെ മഹാവീർജിയുടെ ഒരു കെട്ടിടത്തിൽ അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കെട്ടിടത്തിനകത്താണ് ഈ ആരാധന നടത്തുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ആ നോർത്ത് ഇന്ത്യയിൽ ഈ സ്കൂളിൽ പ്രത്യേകിച്ച് മതപര കാര്യങ്ങളൊന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്താൻ ഒക്കത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു ഗ്രാമത്തിനകത്ത് ഒരു ചെറിയൊരു അവസരം നമുക്കുണ്ട്. അങ്ങനെ ആ ഒരു സ്കൂൾ കെട്ടിടത്തിനകത്താണ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇവർക്ക് നമ്മുടെ ലിറ്റർജീസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല, മറിച്ച് അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ ദെഹ്റാദൂണിൽ നിന്ന് ഒരു സഹാറൻപൂർ ഒരു UP ബോർഡർ, ഇറ്റ് ടേക്സ് 2 hours ജേർണി, 90 kilometers ദൂരെയാണ്. അവിടെ പോയാണ് ഞാൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ തരും, ഇന്നിൽ നിന്ന് കേരളം ഒരു 40 അല്ലെ 50 വർഷം എങ്ങനെ പുറകെ ആയിരുന്നു ആ ഒരു കാലഘട്ടം ജീവിക്കുന്നത്. ഇവിടെ പറയുന്ന ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പള്ളിക്കൂടം ആ ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് എഡ്യൂക്കേഷൻ കൊടുക്കുകയും ഞായറാഴ്ച ആരാധിക്കുകയും ചെയ്യും. സോ ആ ഒരു രീതിയാണ് മഹാവീർജി അവരുടെ ഫാമിലി ചെയ്തു വരുന്നത്. രണ്ടാമത്തെ ലോക്കൽ മിഷണറിയായി പ്രവർത്തിക്കുന്ന രവികുമാർ ഹൗസ് പ്രേയേഴ്സ് ആണ് നടത്തുന്നത്. ഈ ഹൗസ് പ്രേയേഴ്സ് ഒക്കെ നടത്തുക ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എങ്കിലും ആ ഒരു ഗ്രാമത്തിൽ ഞാൻ പോവുകയും അവിടെ ആരാധിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ മറ്റ്
പ്രശ്നങ്ങളുള്ള കാരണം കൊണ്ട് നമുക്ക് ആരും അറിയാതെയൊക്കെയാണ് ചില സമയത്ത് ആരാധന അവിടെ നടത്തുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം റീസെൻ്റ്ലി ഈ നവംബർ ഡിസംബറിലൊക്കെ നടന്ന ഈ ഉത്തരാഖണ്ഡിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നടന്ന ചില സിറ്റുവേഷൻസ്, സ്വന്തം പള്ളി അല്ലെങ്കിൽ സ്വന്തം വീട് ഉണ്ടായിട്ട് പോലും നമ്മുടെ സ്വന്തം കെട്ടിടത്തിൽ കയറി പള്ളി അടിച്ചു പൊട്ടിക്കുകയും തകർക്കുകയും ചെയ്ത് ചില റീസെൻ്റ്ലി ഇഷ്യൂസൊക്കെ നിങ്ങൾ കേട്ടാണ്. ഓരോ പാസ്റ്റേഴ്സിനൊക്കെ ചോദ്യം കേട്ടാൽ തന്നെ നമുക്ക് ദേഷ്യം വരും, പ്രയാസം വരും. പക്ഷേങ്കിൽ എന്നാലും നമ്മുടെ ഈ മിഷൻ ഈ ഉത്തരാഖണ്ഡിൽ അല്ലെങ്കിൽ ഈ ഹൈന്ദവരുടെ ഇടയിൽ നമ്മുടെ ട്യൂഷൻസിൻ്റെ കാര്യങ്ങൾ നടന്നു വരാൻ, പ്രത്യേകിച്ച് അവിടുത്തെ മെയിൻ നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 വർഷമായിട്ട് പോലും നമുക്ക് വീടില്ല. സ്റ്റിൽ വി ആർ ലിവിങ് ഇൻ എ റെൻറ്റഡ് ഹൗസ്. ഇതെല്ലാം റെൻറ്റഡ് ബിൽഡിങ്ങിലാണ് നടത്തുന്നത്. 2016 അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം മധ്യയിലെ മഹാഡ വാങ്ങിച്ചത്. അങ്ങനെ നമ്മുടെ തോമസ് കെ ഉമ്മൻ തിരുമേനിയാണ് അവിടെ കല്ലിട്ടത്. അതിനുശേഷം കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സംഭവം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ വീടുകൾ പണിയാൻ സാധിച്ചില്ല. പക്ഷേങ്കിൽ മറിച്ച് ഈ 20 ഇയേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ ഡയറക്ടർ ജേക്കബ് ബെൻലാച്ച വരെയും അവിടെ താങ്ക്സ് ഗിവിംഗ് സർവീസ് നടക്കും. അതിനുശേഷം നെയിലിംഗ് സെറമണി നടത്തി ഈ കഴിഞ്ഞ ഡിസംബർ 26 അവിടുത്തെ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ആരംഭിച്ച്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ എനിക്കൊരു അവസരം നൽകി തന്നപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്ന് ഈ മിഷനെക്കുറിച്ച് അറിയുവാനും ഇന്നും അവർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു ചെറിയ 25% മാത്രം അവിടുത്തെ ഫൗണ്ടേഷൻ വരെയുള്ള പണി ഞാൻ ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടാണ് വന്നത്. ഇനിയും അതിൻ്റെ ബഡ്ജറ്റ് 40 lakh rupees. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബിൽഡിംഗ് പൂർത്തിക്കാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ഓർക്കുക, നമ്മുടെ അച്ഛന്മാരെല്ലാം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് എല്ലാവരും ഹിന്ദി പഠിച്ചിട്ട് പോകുന്നവരല്ല, ഹിന്ദി അറിഞ്ഞിട്ട് പോലും നിൽക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്കൊരു കെട്ടിടം ഉണ്ടാകണം, അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് ഞാൻ ചോദിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ മിഷനെയും നമ്മുടെ മിഷനറിമാരെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവസരം തന്ന തിരുമേനിയോടും ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ജേക്കബ് ബെൻലാച്ചനോടും കൺവീനറായി പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാരോടുള്ള നന്ദി അറിയിച്ചുള്ളൂ. താങ്ക് യു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് സായാഹ്നത്തോളം ആയുസ്സോടിരിപ്പാൻ ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ വഴികളൊക്കെ അവിടുത്തെ കൃപയാലുള്ള ഭദ്രതയിൽ നിന്ന് തിരിച്ചറിഞ്ഞും ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നു. തലമുറയായി ഈ സത്യദൈവത്തെ സേവിപ്പാൻ ഭാഗ്യവും യേശു കർത്താവിൻ്റെ സേവ നിമിത്തം ഞങ്ങളുടെ ഈ ദേശത്ത് ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ തന്നത് അവിടുത്തെ കൃപയാകയാൽ സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങൾ ആർക്കും ബാധ്യതയാകല്ലേ, സൗഖ്യത്തെ അയക്കണേ. പാഠഭാഗം വായിച്ചു കേട്ടതുപോലെ ഞങ്ങളുടെ മുറിവുകളെ പൊറുപ്പിച്ച് ഞങ്ങൾക്ക് ആരോഗ്യം വരുത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ബലഹീനമായ മനുഷ്യ ശബ്ദമല്ല, ആമേൻ, മന്ദമായ മനുഷ്യൻ്റെ ആലോചനയല്ല, ഉയരത്തിലെ ശബ്ദം ഞങ്ങളുടെ ഉള്ളങ്ങൾ കേൾപ്പാൻ തിരുകൃപ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നപ്പ ബലഹീനനെ, അടിയനെ ജനം കാണരുതേ, അറുക്കപ്പെട്ട നിത്യ കുഞ്ഞാടിനെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ആമേൻ ബലമായി പകർന്നു തന്നാട്ടെ. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കർത്തൃസേവയിൽ പ്രസിദ്ധരായവരുടെ മധ്യേ ഇന്ന് സായന്നമായിരിക്കാൻ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം ചെയ്യും. വന്യനായ തിരുമേനി റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശി തിരുമേനി, ബിഷപ്പ് എമിരിറ്റസ് റൈറ്റ് റെവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനി, റൈറ്റ് റെവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി, കൺവീനറായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ചാണ്ടി ഇബ്രാഹിം സാറ്, നെൽസൺ ചാക്കോ അച്ഛൻ, ജേക്കബ് ജോർജ് അച്ഛൻ, പട്ടക്കാർ, സഭാ ശുശ്രൂഷ സിസ്റ്റേഴ്സ്, ഗായക സംഘം എല്ലാവരോടുമുള്ള ആദരവ് അറിയിക്കുകയാണ്. ഇന്ന് സായന്നം ഒരു എളിയ വേലക്കാരനായി ഞാനിവിടെ നിൽക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14:14 നമ്മൾ രസകരമായ ഒരു കാര്യം വായിക്കുന്നുണ്ട്. അബ്രഹാം when he was going for a restoration, ലോത്തിനെയും ഭവനത്തെയും തകർത്ത അവസ്ഥയിൽ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14:14 318 വൈഭവമുള്ളവർ, അഭ്യാസികൾ, അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ച് അഭ്യാസികളായവർ, അവർ പോയി ആൻഡ് ദേ കെയിം ബാക്ക് വിത്ത് റെസ്റ്റോറേഷൻ. അവർ നേടി തിരിച്ചു വന്നല്ലോ. അതുപോലെ 318 അതിലപ്പുറം എണ്ണം അഭ്യാസികളുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. എന്നാൽ ഈ വർഷത്തെ വിഷയം ഞാനുമായി ഏറെ ബന്ധമുള്ളതുകൊണ്ട്, എൻ്റെ ജീവിതവുമായി ഏറെ ബന്ധമുള്ളതുകൊണ്ട്, ഇയർ ഓഫ് റെസ്റ്റോറേഷൻ, യഥാസ്ഥാപന സംവത്സരം, അങ്ങനെ തലക്കെട്ടിൽ
തെരഞ്ഞെടുത്ത വചനഭാഗങ്ങളെല്ലാം എനിക്ക് പ്രിയപ്പെട്ട ഭാഗങ്ങളാണ്. എങ്കിലും ഇന്ന് രാത്രികാലം ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ നിന്ന് ദൈവാത്മാവ് നൽകിയത് പകരുവാൻ ആഗ്രഹിക്കാം. യഥാസ്ഥാപനം എന്ന വിഷയം ചിന്തിക്കുമ്പോൾ 85-ാം സങ്കീർത്തനം പെട്ടെന്ന് മനസ്സിലോടി വരും. അതൊരു മുന്നറിയിപ്പും കൂടെയാണ്. 80-ാം സങ്കീർത്തനമാണ് നാം സാധാരണ എടുക്കാറുള്ളത്. യഥാസ്ഥാപനം 3 പ്രാവശ്യമോടെ പറഞ്ഞു. പക്ഷെ 85-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാം വാക്യം 6-ാം വാക്യം 4-ാം വാക്യം ഇങ്ങനെയാണ്: ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 6-ാം വാക്യം ആമേൻ. ആദ്യം റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് റിവൈവസ്. ഇഫ് ദർ ഈസ് നോ റിസ്റ്റോറേഷൻ ദർ ഈസ് നോ റിവൈവൽ എന്ന പ്രമാണം. യഥാസ്ഥാപനമില്ലെങ്കിൽ ഉണർവില്ല. ഈ യഥാസ്ഥാപനം യു കനോട്ട് മിമിക് ഓർ ഫേക്ക്. യഥാസ്ഥാപനം വ്യാജമായിട്ട് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ ഒക്കത്തില്ല. ഉണർവ് കുറച്ചൊക്കെ പ്രകടിപ്പിക്കാൻ ഒക്കും. ഇത് നടന്ന സംഭവം 40 വർഷം മുമ്പ് പുനലൂരിനടുത്ത് ഒരു പെന്തക്കോസ്റ്റ് സഹോദരൻ നടന്ന സംഭവം പറഞ്ഞു കേട്ട. ശനിയാഴ്ച വൈകിട്ട് ഒരു യോഗമുണ്ട്. അത് ഒരുക്ക യോഗമാണ്. ഞായറാഴ്ച വിശുദ്ധ ആരാധന ഉണ്ടല്ലോ. അപ്പൊ ശനിയാഴ്ച വൈകിട്ട് വരുന്നവര് കാർഷിക പശ്ചാത്തലത്തിലുള്ള പാവങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരപ്പച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് കവിണ്ണ് കിടന്ന് പ്രാർത്ഥിച്ചു. ഉറങ്ങിപ്പോയി. പ്രസംഗ സമയത്തും എഴുന്നേറ്റില്ല, ആശീർവാദ സമയത്തും എഴുന്നേറ്റില്ല. ഉപദേശി ഒരു രസികൻ. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, നാളെ ഈ പുള്ളി ഇങ്ങോട്ടല്ലേ വരേണ്ടത്, അതുകൊണ്ട് നമുക്ക് സഭാഹോള് പൂട്ടിയേച്ചു പോവാം. ഈ ഈ താക്കോലിന്റെ കിലുക്കം കേട്ടപ്പോ ഉറങ്ങിയ പുള്ളി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യഹോവേ നീ എന്നെ വിടുവിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. പക്ഷെ ഉപദേശിയുടെ അടുത്ത് സർക്കസ് ഒന്നും നടക്കില്ല. പുള്ളി പൂട്ടി. മറ്റേ പുള്ളി ജനലിനകത്തൂടെ ചാടി രക്ഷപ്പെട്ടു. ഉണർവ് എന്ന് തോന്നുന്ന പല പ്രകടനങ്ങളും നടത്താൻ നോക്കും. ബട്ട് യു കനോട്ട് ഫേക്ക് റെസ്റ്റോറേഷൻ. അത് സംഭാഷണത്തിൽ, അത് അധ്വാനത്തിൽ, അത് ചുറ്റുപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം പ്രകടമാണ് യഥാസ്ഥാപനം. എന്താണ് യഥാസ്ഥാപനം? 1-2 സ്തോത്ര അർത്ഥങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ഉടയവനിലേക്കുള്ള മടങ്ങിപ്പോക്ക്, ദാറ്റ് ഈസ് റെസ്റ്റോറേഷൻ. ഉടമസ്ഥനിലേക്ക് മടങ്ങിപ്പോവുക. ദൈവഹിതത്തിലേക്ക് മടങ്ങിപ്പോവുക, ദാറ്റ് ഈസ് ഓൾസോ റെസ്റ്റോറേഷൻ. എന്നാൽ കുറച്ചുകൂടെ നല്ല ഒരു നിർവചനം ഞാൻ വായിച്ചത്, ഈ മിഷണറി പ്രസ്ഥാനങ്ങളൊക്കെ മിഷണറിമാർ വായിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ് മിഷണറി ആന്ത്രോപോളജി. അത് എഴുതിയ SD പൊൻരാജ് എന്ന മനുഷ്യൻ. അദ്ദേഹം സ്തോത്രം റെസ്റ്റോറേഷൻ ഒരു നിർവചനം കൊടുത്തു. അദ്ദേഹം പദങ്ങളോട് താല്പര്യമുള്ളതായതുകൊണ്ട് റീസ്റ്റോറേഷൻ. സ്റ്റോർ എന്നാൽ കലവറ. റീസ്റ്റോർ. പണ്ട് വിശ്വാസികളുടെ കലവറയിൽ എന്തുണ്ടായിരുന്നു? ദൈവാശ്രയം ഉണ്ടായിരുന്നു, സാക്ഷ്യം ഉണ്ടായിരുന്നു, തുറന്ന വേദപുസ്തകമുണ്ടായിരുന്നു. അടുത്ത തലമുറ യേശു കർത്താവിനെ സ്വീകരിക്കണമെന്ന വാഞ്ഛയും ദാഹവും ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം, ആമേൻ. ഹൃദയസ്ഥമായ വചനങ്ങൾ ഉണ്ടായിരുന്നു, ഉൾനട്ട വചനമുണ്ടായിരുന്നു അവരുടെ സ്റ്റോറിൽ, കലവറയിൽ. ഇന്ന് നമ്മുടെ കലവറയിൽ, നമ്മുടെ ചിന്തയിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, അക്കമിട്ടൊന്നും പറയുന്നില്ല. റീസ്റ്റോർ, വേണ്ടത് ഉണ്ടാകണം. റീസ്റ്റോറേഷൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഈ ജീവിത ക്രമീകരണം എന്നൊരു വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാനൊരു ചെറിയൊരു യൂത്ത് കൺവെൻഷന് പോയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു 2-3 പിള്ളേർ മൊബൈൽ കളിച്ച് അവിടെ നിന്നപ്പോൾ അവർ തമ്മിൽ പറയുന്നു, അച്ഛൻ വരും, അച്ഛൻ കണ്ടം വഴി ഓടിക്കും. എനിക്ക് ആ പദം വളരെ ഇഷ്ടമാണ്.
കണ്ടം വഴി ഓടിക്കുക. ഞാനതിൻ്റെ ഒരു സായിപ്പിൻ്റെ ഭാഷയിലാക്കാൻ ഒന്ന് ശ്രമിച്ചു. ഹേസ്റ്റിംഗ് ത്രൂ ദ ഫീൽഡ്സ് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. അത് നല്ലൊരു നിർവചന. ഹേസ്റ്റിംഗ് ത്രൂ ദ ഫീൽഡ്സ് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം. എന്താണ് കണ്ടം? കൃഷി ചെയ്യുന്ന വയലാണ്, അല്ലയോ? ടൈം എന്ന പദം ചിന്തിക്കേണ്ട ഒരു പദമാണ്. ഒരു സ്വാമിയുടെ ഒരു പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. പുള്ളി ചോദിക്കുകയാണ് ജനങ്ങളോട്, ക്യാൻ യു സ്പെൽ ദ വേർഡ് ലവ്? സ്നേഹം എന്ന അതിൻ്റെ ലവ്, അതിൻ്റെ സ്പെല്ലിങ് പറയാം. ആളുകൾ പറഞ്ഞു LOVE. പുള്ളി പറഞ്ഞു തെറ്റ്. TIME. ദാറ്റ് ഇസ് ലവ്. സമയം, ടൈം. സ്നേഹമുണ്ടോ? സമയം കൊടുക്കും. എന്താണ് വയൽ? ആമേൻ. പ്രതികൂലമായ ഒരു ഭൂപ്രദേശത്ത് കടന്നുപോയി സമയം കൊടുത്ത് ജീവനുള്ള വിത്തുമായി ചുമന്ന് ചെന്ന്, ആമേൻ, ഉഴുത് വിതച്ച് നട്ടെല്ല് വളച്ച് മുട്ടുമടക്കി കളപറിച്ച് അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ശ്രദ്ധിച്ച്, സ്തോത്രം, അത് വിളയുമ്പോൾ അത് കൊയ്ത് നെറ്റിയും ചുമലും കൊടുത്ത്. ഞാൻ പഞ്ചാബിൽ കണ്ടിട്ടുണ്ട്, കൊയ്ത് കറ്റ ചുമന്നുകൊണ്ട് വരുന്നവരെ കണ്ടിട്ടുണ്ട്. തല കാണത്തില്ല, ഒരു കറ്റക്കൂമ്പാരത്തിന് കാല് വെച്ചതുപോലെ. ഒരിക്കൽ ഒരു സർദാർജി കറ്റ ചുമക്കുന്നത് ഒരു തൊഴിലാളി ഒരു തൊഴിക്ക് കുഴിക്കകത്തിട്ടു. കാരണം അവൻ ബീഡി വലിച്ചുകൊണ്ടാണ് കറ്റ ചുമന്നത്. തീ പിടിക്കുകയല്ലേ. ശ്രദ്ധിക്കേണ്ട ചുവടുകളാണ്, പക്ഷെ എൻ്റെ തല പ്രധാനമല്ല. ആമേൻ. ഒരു ഉടയവനുണ്ട്, അവൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം, അവൻ്റെ ലാഭം കൊണ്ടു കൊടുക്കണം. അപ്പൊ കർത്താവിന് വേണ്ടി കണ്ടം വഴി ഓടുക എന്നൊരു ന്യൂ ജനറേഷൻ പ്രയോഗം മോശമുള്ളതല്ല. സ്തോത്രം. എങ്കിൽ ഈ വിഷയത്തിലേക്ക് വരികയാണ്. ആമേൻ. സ്തോത്രം. ഈ റെസ്റ്റോറേഷൻ അത് മനുഷ്യൻ തന്നെ ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തോട് യഥാസ്ഥാനപ്പെടുത്ത 80-ാം സങ്കീർത്തനത്തിൽ സൈന്യങ്ങളുടെ യഹോവയെ യഥാസ്ഥാനപ്പെടുത്തണേ. റിസ്റ്റോർ us, O Lord. ഉപമകളിൽ നഷ്ടങ്ങളുടെ ഉപമ വായിക്കുമ്പോൾ അതിനകത്ത് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ 3 നിഴലുകളില്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 15 അതിലിങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ. ഒരു നഷ്ടപ്പെട്ട ആട്, നഷ്ടപ്പെട്ട നാണയം, നഷ്ടപ്പെട്ട മകൻ. അത് ചിന്തിക്കുമ്പോൾ ലൂക്കോസ് 15 യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ നിഴൽ ഏതൊക്കെയാണ്? അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ 1, വീട് വൃത്തിയാക്കി നാണയത്തിന്റെ പിന്നാലെ പോകുന്ന സ്ത്രീ 2, തിരിച്ചു വരുന്ന മകനെ ശിക്ഷിക്കാനല്ല ഓടി വന്ന് ആശ്ലേഷിച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കാത്തു നിൽക്കുന്ന അപ്പൻ, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. സ്തോത്രം. പണ്ടൊരു വികൃതി ചെറുക്കൻ അപ്പനില്ലാത്ത സമയം ടൈം പീസും ക്ലോക്കും റേഡിയോയും ഒരുമിച്ചൊരു മേശയിൽ അഴിച്ചിട്ടു. അപ്പൻ വരാറായി, അങ്കലാപ്പായി, റീഫിറ്റ് ചെയ്തു. ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസലൈൻമെന്റ് ആൻഡ് മിസ്ഫങ്ഷൻ. ചേരേണ്ടത് ചേരാതെ പോയി. പ്രവർത്തന സജ്ജമായിരുന്നില്ല. അപ്പൻ വന്നു. അപ്പന്റെ വൈഭവമുള്ള കരങ്ങൾ ഏർപ്പെട്ടപ്പോൾ 3 കാര്യവും ശരിയായി. ക്ലോക്കും ശരിയായി, ടൈം പീസും ശരിയായി, റേഡിയോയും ശരിയായി. ഇന്ന് രാത്രികാലം നമുക്ക് ഈ വിഷയം അല്പഗൗരവമായിട്ടൊന്ന് നോക്കണം. യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ എന്ന വിഷയം എന്തുകൊണ്ടാണ് പ്രധാനമായിരിക്കുന്നത്? വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ റെസ്റ്റോറേഷൻ, യഥാസ്ഥാപനത്തിന്റെ ഒരു സന്ദേശമായിട്ടല്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലെ 4 പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 1-ന്റെ 2-ാം വാക്യത്തിൽ 1, ഭൂമി പാഴായി ശൂന്യമായി, ആഴത്തിന്റെ മീതെ ഇരുൾ. 4 പദങ്ങൾ ശ്രദ്ധിക്കുക. 1 പാഴ്, ചുട ലളിതമായ ഇംഗ്ലീഷിൽ പറഞ്ഞ യൂസ്ലെസ്, പാഴ്. 2 ശൂന്യം, എംപ്റ്റി. പിന്നീടോ ആഴം, ഡീപ്പ്. 4 ഇരുൾ. ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ്. 1 യൂസ്ലെസ്. ചിലര് പറയും, ഞാൻ രോഗിയായി, മരുന്ന് കഴിക്കുന്നു, ഡോക്ടർ പറഞ്ഞു
മരിക്കുന്നത് വരെ ഈ 4 ഗുളിക കഴിക്കണം. അതൊരാശ്വാസമാണ്, മരിച്ചു കഴിഞ്ഞ് ഗുളിക കഴിക്കുന്നത്. യൂസ്ലെസ്. എന്റെ ചുമതലകൾ പൂർത്തീകരിപ്പാൻ ഞാൻ ഉപയോഗശൂന്യമായ ഒരു ജീവിതം. യൂസ്ലെസ്. 2 ആമേൻ സ്തോത്രം. എംപ്റ്റി. സഹായിക്കേണ്ടവർ മുഖം തിരിച്ചു, താങ്ങേണ്ടവർ കൈവലിച്ചു. ശൂന്യം ജീവിതം. എംപ്റ്റി. 3 ആമേൻ ആഴം, ഡീപ്പ്. കാലൊന്നും ഉറപ്പിക്കാൻ ഒക്കുന്നില്ല. ആമേൻ. കാലുറക്കുന്നില്ല, ഒരു ചുവട് വയ്ക്കാൻ ഒക്കുന്നില്ല. അലറുന്നിയാഴിയിൽ അലയതിഘോരം തോന്നുന്നു ഭീതിയൻ ഹൃദിഭാരം. പാദങ്ങൾ ആഴത്തിൽ താഴുന്നു പ്രിയനേ, എന്തുക തൃക്കരമതിനാൽ ആഴും. ആമേൻ. 4 ഇരുൾ. മുമ്പോട്ട് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. മക്കളുടെ ഭാവി, കുടുംബത്തിന്റെ ഭാവി, ആമേൻ, ഒന്നും മനസ്സിലാകുന്നില്ല. ഇരുൾ. ആമേൻ സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ റൂട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്, വേരുകളുണ്ടായി, സഫലമായി. ആമേൻ. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ, ആഴങ്ങളിൽ ഊളിയിടുന്ന ആമേൻ ജലജന്തുക്കൾ. ലൈഫ് ആൻഡ് വൈറ്റാലിറ്റി ആൻഡ് മൊബിലിറ്റി. മാറ്റങ്ങൾ വരും. ഹല്ലേലൂയ. ഒരു വല്ലഭൻ ഇടപെട്ടാൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ യഥാസ്ഥാപനം എന്ന വിഷയം പഠിച്ചപ്പോൾ ഒരു സായിപ്പ് പറഞ്ഞ ചിലത് ഞാൻ എഴുതി വെച്ചു. ഭൂതകാലം നോക്കിയാൽ യഥാസ്ഥാനപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കഥാപാത്രങ്ങളുടെ സംസ്ഥാന സമ്മേളനമാണ് വേദപുസ്തകത്തിൽ. സായിപ്പ് പറഞ്ഞ് ഞാനൊന്ന് ഏറ്റു പറയാം. Moses was a murderer. David was an adulterer. Rahab was a prostitute. Peter denied his Lord Jesus. Paul persecuted Christians. Job was extremely and totally ruined. Zacchaeus was an exploiter. Lazarus was physically dead in a tomb. Jonah fell helpless as fish food in the sea. Joseph was a complete reject by all his loved ones. മോശ ഒരു കൊലയാളിയായിരുന്നു. ദാവീദ് ഒരു വ്യഭിചാരിയായിരുന്നു. റാഹാബ് ഒരു വേശ്യാസ്ത്രീയായിരുന്നു. പത്രോസ് സ്വന്തം കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു. പൗലോസ് ഒരു പീഡകനായിരുന്നു. ഇയ്യോബ് ആമേൻ താളടിയായി പോയ നശിച്ചുപോയ ഒരുവനായിരുന്നു. സക്കായിയോ സാമ്പത്തിക ചൂഷണത്തിൽ ഡോക്ടറേറ്റ് എടുത്തു വരുത്തനായിരുന്നു. ലാസറോ കല്ലറയിലെ ഒരു ശവമായി തീർന്നവൻ. യോന മത്സ്യത്തിന്റെ ഭക്ഷണമായി വീണുപോയവൻ. പ്രിയപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച ഒരുവനായിരുന്നു യോസഫ്. ഇവരെ എല്ലാം ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ലോർഡ് റിസ്റ്റോർഡ് ഓൾ. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് നമ്മുടെ വിഷയമെന്ന്. പക്ഷേ ആമേൻ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പലവട്ടം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി, പലവട്ടം നിങ്ങളുടെ തലമുറകളെ യഥാസ്ഥാനപ്പെടുത്തി. പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ആ പുള്ളി ഈ പുള്ളി അവരൊക്കെയാണ് അതിനകത്തെ പാർട്ടികളെന്ന്. ഈ യഹൂദന്മാരുടെ ഇടയിൽ മോശയുടെ വടിയുടെയും ഒത്തിരി ഫാൻസ് ഉണ്ടായിരുന്നു. ഈ ഫാൻസ് അസോസിയേഷനെ മുഴുവനും ആമേൻ തകർത്ത് കളയുന്ന ഒരു വാക്യം യെശയ്യാവ് പറഞ്ഞു. അത് ചെങ്കടൽ കടന്നതിനെ കുറിച്ചുള്ള ഒരു വാക്യം. അതൊന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. റെക്കഗ്നൈസ് ദ ഹാൻഡ് ഓഫ് ദ റെസ്റ്റോറർ. ആമേൻ. തിരിച്ചറിയണം. യെശയ്യാവ് 63 അതിലെ 12 വാക്യം അത് ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത് നല്ലതാ. ഐസയ ചാപ്റ്റർ 63 വേഴ്സ് 12. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദ ഗ്ലോറിയസ് ആം ഓഫ് ഗോഡ് റീച്ച്ഡ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് മോസസ്. അപ്പൊ ഈ പുള്ളി വടിയും പിടിച്ചോണ്ട് നിൽക്കുന്നത് ജനം കണ്ടുള്ളൂ. അവര് കണ്ടു.
വടി നീട്ടി ചെങ്കടൽ പിളർന്നു. പക്ഷെ അതിന്റെ ചേർന്നുള്ള വാക്യം കൂടെ ശ്രദ്ധിക്കണം. അതൊരു വാഗ്ദത്തം പോലെ തോന്നും. 63 യെശയ്യാവ് അതിന്റെ 11 വാക്യം. ആമേൻ. സമുദ്രത്തിൽ നിന്ന് കരേറുമാറാക്കി അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. 13 വാക്യം. ഇടറാതെ വണ്ണം നടത്തി, മരുഭൂമിയിൽ കുതിരയെ പോലെ നടത്തി. ലൈക്ക് ഡെസേർട്ട് ഹോഴ്സസ്. പ്രതികൂലം വന്നപ്പോൾ ആമേൻ ഇല്ലായ്മകളുള്ള മരുഭൂമിയിൽ മരുഭൂമിയിൽ കുതിരകളെ പോലെയും ആഴങ്ങളിലൂടെയും നടത്തി. ഒരു ഭക്തൻ ഇങ്ങനെ എഴുതി, ലൈക്ക് ഡെസേർട്ട് ഹോഴ്സസ് ആൻഡ് ഷൂട്ടിംഗ് ഫിഷ് ഫ്രം ദ ഡെപ്ത്സ്. ആഴങ്ങളിൽ നിന്ന് ആമേൻ നേരെ ആകാശത്തിലേക്ക് ചാടുന്ന മത്സ്യങ്ങളെ പോലെയും മരുഭൂമിക്ക് കുറുകെ വീണുപോകാതെ ഓടുന്ന ആമേൻ കുതിരകളെ പോലെയും നടത്തുന്ന ഒരുവൻ, സ്തോത്രം, അവന്റെ അദൃശ്യമായ കരം ഏർപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ചിലപ്പോ ഞാൻ ഈ റെസ്റ്റോറേഷൻ അത് വ്യാജമായിട്ട് ഒക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ കാലത്ത് അങ്ങനെ എന്ന് ധരിപ്പിക്കുന്ന ചില പ്രകടനങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. ഈ അടുത്തിടെ ഒരു കൊച്ചു കുഞ്ഞിന്റെ പാട്ട് വൈറലായി. മുണ്ടേരി വന പ്രവിശ്യയിൽ കുമ്പളപ്പാറ മേഖലയിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു പാട്ട്. ആമേൻ. അതൊരു നല്ലൊരു പാട്ട്. ചുഞ്ചല വാവേ ചുഞ്ചല വാവേ ചിലർ കേൾക്കുന്നുണ്ട് ആ ഒരു പാട്ട്. അത് കഴിഞ്ഞ് ഒരു പ്രകടനം. വണ്ടിയുള്ളവനെല്ലാം കുമ്പളപ്പാറ ചെല്ലുന്നു, മുണ്ടേരി വനഭാഗത്ത് ചെല്ലുന്നു. ആ കുഞ്ഞിനെ തെരഞ്ഞുപിടി, അതിനെ പാടിപ്പിക്കുന്നു. ശൗലിന്റെ പടച്ചട്ട ദാവീദ് ഇട്ടതുപോലെ അതൊരു 10 വർഷം കഴിഞ്ഞ് ഇടണ്ട വലിപ്പത്തിൽ ഒരു ഉടുപ്പ് അതിനെ ഇടിച്ചേച്ച് അതിന് ഹാനികരമായതെല്ലാം മേടിച്ചു കൊടുക്കുന്നു. ലെയ്സ്, പെപ്സി, കൊക്കക്കോള, വില കുറഞ്ഞ ക്രീം ബിസ്ക്കറ്റ്, ഇതിന്റെ മൊത്തം ഫോട്ടോ എടുക്കുന്നു. അതിന്റെ താഴെ ചിലർ കമന്റ് ഇട്ടിരിക്കുന്നു, ലതാ മങ്കേഷ്കറിനും ജാനകിക്കും ശേഷം ഇന്ത്യയിലെ ഒരു പാട്ടുകാരി, അവളെ പഠിപ്പിക്കണം. ഒന്നും നടന്നില്ല. ഒരുവന്റെ കണ്ണുനീര് മറ്റൊരുത്തന്റെ കണ്ടന്റ് ആക്കുന്ന ഈ കാലത്ത്, ഹല്ലേലൂയ, സ്തോത്രം, നിലനിൽക്കുന്ന ഒരു യഥാസ്ഥാപനം, ആമേൻ, അത് കർത്താവ് നിങ്ങളിലൂടെയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയെന്ന് അല്പസമയം കൊണ്ട് വിശദീകരിക്കുക. ഏതൊക്കെ മേഖലകളിലാണ്? സ്തോത്രം. നമ്മൾ പാഠഭാഗം വായിച്ചത് മനോഹരമായ ഒരു ടെക്സ്റ്റാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30, അതിന്റെ 17 വാക്യം 2 പകുതിയിൽ. ഞാൻ, യിരെമ്യാവ് 30:17 2 പകുതി, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും, നിനക്ക് ആരോഗ്യം വരുത്തും. എന്തിനെ കുറിച്ചാണ്? ഒരുപക്ഷെ നമ്മുടെ തലമുറകളുടെ കുടുംബങ്ങളിലെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ വാഗ്ദത്തം പറഞ്ഞ 30:17 2 പകുതി ഏത് മുറിവുകളാണ്? ആന്തരിക മുറിവുകളെ കുറിച്ചാണ്, ഇന്നർ ഹീലിംഗിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ടർബുലൻസ് ഇൻസൈഡ്, വൂൺസ് ഇൻസൈഡ്, ഈ സിക്നെസ് ഔട്ട്സൈഡ്, അകത്തെ മുറിവ് പുറത്തെ രോഗമാകുന്ന വിഷയം. ആന്തരിക സൗഖ്യ സെമിനാറുകളൊക്കെ ഒത്തിരി ഉണ്ട്. യൂട്യൂബിലൊക്കെ അത് നിരവധി അതിൻ്റെ ഒക്കെ ലഭ്യമാണ്. 2 പദങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ടാഗ്ഡ് മെമ്മറീസ്. ഒരു 20 വർഷം മുമ്പ് ഒരാൾ എന്നെ ചീത്ത വിളിച്ചു നടുറോഡിൽ എന്നിരിക്കട്ടെ. ഞാൻ അപ്പോൾ വിറച്ചു, കോപിച്ചു, വേദനിച്ചു, ആമേൻ, സങ്കടപ്പെട്ടു, പ്രതികാര ചിന്ത വന്നു. വർഷമേറെ കഴിഞ്ഞു, ചീത്ത വിളിച്ച പുള്ളി മരിച്ചു. പക്ഷേ അന്ന് ഞാൻ കടന്നുപോയ വേദന, ആ ഇമോഷൻ, ആ കയ്പ്, ആ ദേഷ്യം. ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പണ്ട് അവരുടെ സൂട്ട് കേസിൽ ഒരു ടാഗ് കണ്ടിട്ടുണ്ട്, അവന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെ ഇട്ട്. അതുപോലെ ഈ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് അത് വരും. ആ വ്യക്തി മരിച്ചെങ്കിലും ഞാനത് ഓർക്കുമ്പോൾ, അറിയാതെ ഓർക്കുമ്പോൾ, പാതി ഓർക്കുമ്പോൾ, ആ കയ്പും വേദനയും ഒക്കെ പച്ചയായി തന്നെ എൻ്റെ ഉള്ളിൽ പിന്നെയും വരിക. അകത്തെ ഈ മാറാത്ത മുറിവുകൾ, ദഹനക്കേട്, കുഞ്ഞുങ്ങളുടെ മറുതലിപ്പ്, മറ്റൊരാളോട് ചേർന്നു പോകാനാകാത്ത ചില അനുഭവങ്ങൾ, നിരവധി പ്രശ്നങ്ങൾക്കകത്തെ മുറിവുകൾ കാരണമാകുന്നു.
ഇതെന്താണ്, എങ്ങനെയാണ് സൗഖ്യമാകുന്നത്? 147 സങ്കീർത്തനം 3 വാക്യത്തിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. 147 സങ്കീർത്തനം 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആന്തരിക സൗഖ്യം എങ്ങനെയാ സംഭവിക്കുന്നത്? കൊല്ലപ്പണിക്കാരൻ ദിവാകരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കോടാലി ഒടിയുമ്പോഴും കൂന്താലി വളയുമ്പോഴും മാത്രമേ ആളുകൾ എൻ്റെ അടുത്ത് വരുള്ളൂ. പ്രശ്നമുള്ളപ്പം മാത്രം ചെന്നാൽ ആന്തരിക സൗഖ്യം നടക്കുമോ? 30 അധ്യായത്തിൽ തന്നെ ഇരമ്യാവ് അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആമേൻ. I can restore, but I am an accompanying restorer. I am an accompanying redeemer. ഞാൻ കൂടെ സഞ്ചരിക്കുന്ന വിടുവിക്കുന്ന ദൈവമാണ്. അതാണ് 11 വാക്യം, 30:11, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ. ആവശ്യം വരുമ്പോൾ മാത്രം വിസിറ്റിംഗ് ഹീലർ അല്ല. ആമേൻ. അകത്ത് സൗഖ്യം തന്ന് പുറത്തത് ആരോഗ്യമാക്കി യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. അത് വിശാലമായ വിഷയമാണ്. ഞാൻ ടെലഗ്രാം വാക്കുകൾ അതങ്ങ് പറഞ്ഞു നിർത്തുക. പിന്നെ അകത്തെ കയ്പും ഭയവും ഒക്കെ അത് കാണാനൊക്കുകയല്ല. ഇൻവിസിബിൾ ടോക്സിൻസ്. ആന്തരിക സൗഖ്യം എന്ന വിഷയം ഈ വർഷം പഠിക്കണം. യഥാസ്ഥാപനത്തിനായി തെരഞ്ഞെടുത്ത വചനഭാഗത്തിൽ അത് ഉണ്ട്. ആന്തരിക സൗഖ്യം ലഭിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരനുസരിക്കും, അവർ പഠിക്കും, അവർ സമയം തക്കത്തിൽ ഉപയോഗിക്കും, ടൈം മാനേജ്മെന്റ് ഉണ്ടാകും, മുതിർന്നവരെ ബഹുമാനിക്കും. ആമേൻ. ദൈവത്തോട് അടുക്കുവാൻ അവർക്കൊരു പ്രേരണ ഉണ്ടാകും. എങ്ങനെ ശരീരത്തിലെ ഒരു മുറിവ്, ആമേൻ, പാതജൻസ് രോഗകാരികളെ ആകർഷിക്കുന്നു, അതുപോലെ മനസ്സിലെ മുറിവ് ദുരാത്മാക്കളെ, ദുഷ്ടചിന്തകളെ ആകർഷിക്കുന്നു. ഒന്ന്, ആമേൻ, ആന്തരിക സൗഖ്യം എന്നൊരു വിഷയം. 2, ശ്രദ്ധിക്കുക, അത് ഇച്ചിരി ഭയത്തോടെയാണ് ഞാൻ വായിക്കുന്നത്. ഒരു മഹായിടവക, ഒരു സഭ, ഒരു പാരിഷ്, ഒരു ഭവനം നന്നാണെങ്കിൽ, തലമുറകളുണ്ടെങ്കിൽ, പേരന്റിങ്, മക്കളുമായി ബന്ധപ്പെട്ട് അവരെ വളർത്തുന്ന മേഖല വളരെ പ്രധാനമാണ്. പക്ഷേ ഭയത്തോടെ വായിക്കേണ്ട ഒരു വാക്യം ശ്രദ്ധിക്കുക. സദൃശ്യവാക്യം 20:7, Proverbs chapter 20 verse 7. മക്കളുള്ളവരൊന്ന് വായിക്കണം, വീട്ടിൽ ചെന്ന് അടിവരയിട്ട് ഒന്നുകൂടെ വായിക്കണം. സദൃശ്യവാക്യം 20:7, പരമാർത്ഥതയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാൻ. The righteous man walks in his integrity. How blessed are their children after him. പരമാർത്ഥതയോടെ, വക്രതയില്ലാതെ, അശുദ്ധിയില്ലാതെ, കുബുദ്ധിയില്ലാതെ, ആരെയും തകർക്കാതെ നേരെ ചൊവ്വേ നടന്നാൽ മുൻപേ നടക്കുന്ന അപ്പനും അമ്മയും ഭയപ്പെടണ്ട. നിങ്ങളുടെ പിന്നാലെ വരുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവർ. അതാ മത്തങ്ങാക്കളനായ ഒരു അപ്പനോട് മോൻ ചോദിച്ച ലോകപ്രസിദ്ധമായ ചോദ്യം. അപ്പൻ മത്തങ്ങ രാത്രിയിൽ ഉടമസ്ഥനില്ലാത്തപ്പോൾ പമ്മിച്ചെന്ന് മത്തങ്ങ മുറിക്കുന്നു. മോൻ ചാക്കിന്റെ വാ തുറന്നു വെച്ചിരിക്കുന്നു. കൃത്യമായി അപ്പൻ തുറന്ന ചാക്കിന്റെ വായിലേക്ക് മത്തങ്ങ ഇടുന്നു. ചാക്കുകൾ നിറയുന്നു. വീട്ടിൽ വന്നു ആരാൻ കൃഷി ചെയ്ത മത്തങ്ങയുടെ ലാഭം മുഴുവനും അപ്പൻ. മോൻ ചോദിച്ചപ്പാ, അപ്പൻ മത്തങ്ങ പറിക്കുമ്പോ ഇടത്തു നോക്കി, വലത്തു നോക്കി, മുൻപിൽ നോക്കി, പുറകിൽ നോക്കി, എന്താ മേലോട്ട് നോക്കാത്തത്? അത് തന്നെയാണ് സദൃശവാക്യം 20:7. ഹല്ലേലൂയ, സ്തോത്രം. പേരന്റിങ്, കുഞ്ഞുങ്ങളെ വളർത്തുന്ന മേഖലയിൽ ഒരു യഥാസ്ഥാപനം വേണം. സഭയുടെ ഭാവിക്ക് മാത്രമല്ല, അവനങ്ങളുടെ ഭാവിക്ക്, ദേശത്തിന്റെ ഭാവിക്കും. സ്തോത്രം. മൂന്നാമതൊരു മേഖല ശ്രദ്ധിക്കുക. യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിലേക്ക് മടങ്ങി വരിക. എന്താണ് ദൈവഹിതം? സഭയെക്കുറിച്ചുള്ള ദൈവഹിതം. കൊലോസ്യർ 1:13 കാണാതെ അറിയാവുന്നതല്ലേ? അറിയണം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verse 13. 1:13 കൊലോസ്യർ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും
സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറണം. അത് സംഭവിക്കാനാണ് യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് കടൽ കടന്ന് ആമേൻ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ ഏൽപ്പിച്ച ദൗത്യവും ഇത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. അതാണ് ആമേൻ പ്രധാനമായ മുൻഗണനാ കാര്യം. ഇൻ വിറ്റ്നസിംഗ്, യേശു കർത്താവിലൂടെ മാത്രമുള്ള രക്ഷ പ്രസംഗിച്ചില്ലെങ്കിൽ ആമേൻ, സ്തോത്രം, ആമേൻ. ഉദാഹരണം പറയാറുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പുക വമിക്കും, കരിയില പറക്കും. പക്ഷെ വാഹനം ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനോ പുക പുറന്തള്ളാനോ അല്ല. ഒരു ലക്ഷ്യം, സഭയുടെ ലക്ഷ്യം മാനസാന്തരം പ്രസംഗിക്കുക, അടുത്ത തലമുറയെ ആമേൻ നിത്യതയിലേക്ക് കൂടെ കൂട്ടുക, വിറ്റ്നസിങ്, സ്തോത്രം. എന്നാൽ നാലാമതൊരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കട്ടെ, സ്തോത്രം, ആമേൻ. ഒരു ഉദാഹരണം. പണ്ട് ഒരു ദുർമാർഗി മദ്യപാനി, പഴയകാലം, വാഹനമില്ലാത്ത കാലം, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന കാലം. കുതിരയെ കെട്ടുന്ന കുറ്റിക്ക് ഹിച്ച് പോസ്റ്റ്, HITCH, ഹിച്ച് പോസ്റ്റ് അല്ലെങ്കിൽ ഹിച്ചിങ് പോസ്റ്റ് എന്നാ പറയുന്നു. ഇദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. യേശു ക്രിസ്തുവിനെ ഭരണകർത്താവായി സ്വീകരിച്ചു. അതിനു മുമ്പ് താൻ കുതിരയെ കെട്ടിയ ഇടങ്ങൾ, ഹിച്ചിങ് പോസ്റ്റുകൾ അടിച്ചു താഴ്ത്തിയത് മദ്യഷാപ്പിന് മുൻപിൽ, കലഹത്തിന്റെ ഇടം, ക്ലബ്ബുകൾ, റോങ് പ്ലേസസ്. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഹിച്ച് പോസ്റ്റ്, കുറ്റി, കുതിരയുടെ കുറ്റി അടിച്ചു താഴ്ത്തിയത് പ്രാർത്ഥനാ സ്ഥലം, ധ്യാന സ്ഥലം, ആമീൻ, തൻ്റെ കുടുംബത്തിന് മുൻപിൽ, ആമീൻ, കൂട്ടായ്മയുടെ സ്ഥലം. ചേഞ്ച് യുവർ ഹിച്ച് പോസ്റ്റ്. പക്ഷേ ഈ യഥാസ്ഥാപനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില ജീവിതങ്ങൾ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നു. പക്ഷെ അവര് എന്തുകൊണ്ട് തകർന്നു എന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. ഇറ്റ് ഈസ് എ മിസ്റ്ററി. ഇയ്യോബ് എന്ന മനുഷ്യൻ, പിശാചിന് അവന്റെ ജീവിതത്തെ താറുമാറാക്കാൻ എന്തിനേൽപ്പിച്ചു കൊടുത്തു. പക്ഷെ ശ്രദ്ധിക്കുക, ഡബിൾ റെസ്റ്റോറേഷൻ സംഭവിച്ചു ഇയ്യോബിന്റെ പുസ്തകത്തിൽ. ചിലത് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. റോമാലേഖനം 8:28 ശ്രദ്ധിക്കണം. സകലവും നന്മയ്ക്കായി വ്യാപരിക്കും. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്താ സ്നേഹിക്കുക? LOVE അല്ല, TIME. സമയം കൊടുക്കുക. സമയം കൊടുക്കുമ്പോൾ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഡബിൾ റെസ്റ്റോറേഷൻ. യോസഫ് എന്തിനാ പാപം തിരസ്കരിക്കപ്പെട്ടു? നിന്നയിലൂടെ. ആമേൻ. ഹി വാസ് അക്യൂസ്ഡ്. ആമേൻ. വിരല് ചൂണ്ടി അവനെ പരിഹസിച്ചു. പക്ഷേ ഓൾമോസ്റ്റ് ഡബിൾ റെസ്റ്റോറേഷൻ, ഇരട്ടി യഥാസ്ഥാപനം പോലെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാഗ്ദത്തമുണ്ട്, പരിചയമാണ്. യോവേൽ 2:25. He will restore. അവൻ യഥാസ്ഥാനപ്പെടുത്തും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം-അധ്യായം 25 ഇങ്ങനെ വായിക്കുന്നു. ഒരു വാർഫെയർ സൂചിപ്പിക്കുന്നതിനായിരിക്കാം. മഹാസൈന്യമായ വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു തിന്നുകളഞ്ഞ എന്ത് മടക്കി തരുമെന്ന? കൃഷി മടക്കി തരുമെന്നല്ല, ധാന്യം മടക്കി തരുമെന്നല്ല. He will restore the years. യഥാസ്ഥാനപ്പെട്ട സംവത്സരങ്ങൾ നിനക്ക് മുൻപിലുണ്ട്. യേശു കർത്താവിനെ ഭരണകർത്താവായി സ്വീകരിച്ച് അവൻ മാത്രം രക്ഷാമാർഗം എന്ന് ലജ്ജ കൂടാതെ പറഞ്ഞ്, and when you distribute time, സമയം വേർതിരിക്കുമ്പോൾ കർത്താവിനെ ഉയർത്താനും സാക്ഷിപ്പാനും ആത്മീയ കാര്യങ്ങൾക്കും മുൻഗണന കൊടുത്താൽ നിങ്ങൾ സമയം കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും തിടുക്കത്തോടെയാണ്. പക്ഷെ ഞാൻ ഇത് മുഴുവനും പറഞ്ഞത് ഒരു ജീവചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി പ്രാർത്ഥിച്ച് നിർത്താനാണ്. ഞാൻ ഈ പുസ്തകം വായിക്കാറുള്ളപ്പോഴൊക്കെ, ചിന്തിക്കാറുള്ളപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നനയാറുണ്ട്. ഞാൻ കരയാറുണ്ട്. അത്ര ശക്തമാണ് ആ ഒരു ജീവചരിത്രം. ഒരു പട്ടക്കാരൻ്റെയാണ്. അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് സമൂഹത്തിലെ
ഒരു പട്ടക്കാരൻ. നിങ്ങൾ വായിക്കണം ആ പുസ്തകം, സ്പീച്ച്ലെസ്. ഇന്റർനെറ്റിലൊക്കെ ലഭ്യമാണ്, ഓൺലൈനിൽ. സ്പീച്ച്ലെസ്. 2 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ഡ്വെയിൻ മില്ലർ. സ്പീച്ച്ലെസ്, ശബ്ദമില്ലാതെ, പുള്ളിയുടെ ജീവചരിത്രമാണ്. ആമേൻ. ന്യൂ വോയിസ് മിനിസ്ട്രീസ്. ന്യൂ എന്നാൽ NEW അല്ല, NU എന്നേ ഉള്ളൂ. ന്യൂ വോയിസ് മിനിസ്ട്രീസ്, അതിന്റെ സ്ഥാപകനാണ് ഡ്വെയിൻ മില്ലർ. ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഈ വിഷയം നിങ്ങൾ മുന്നോട്ട് ധ്യാനിക്കുമ്പോൾ അതിനുള്ളത് മുഴുവനും ഇനി പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ജീവചരിത്രമാണ് ഡ്വെയിൻ മില്ലർ. ഈ സകലകലാ വല്ലഭൻ എന്നൊക്കെ പറയല്ലേ, അതുപോലൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു 2 പുസ്തകങ്ങൾ, ഒന്ന് സ്പീച്ച്ലെസ്, 2 ഔട്ട് ഓഫ് ദ സൈലൻസ്, മൗനത്തിൽ നിന്ന്, ശബ്ദമില്ലായ്മയിൽ നിന്ന് പുറത്തേക്ക്. ഈ 2 പുസ്തകമാണ്. പിന്നെ 15-ലധികം വേറെ പുസ്തകങ്ങൾ ലഭ്യമാണ് ഡ്വെയിൻ മില്ലറിനെ കുറിച്ച്. ശ്രദ്ധിച്ച് കേൾക്കുക. അദ്ദേഹം ടെക്സസിലെ ആ ഒരു ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ 2400-ലധികം ആളുകളുള്ള ദേവാലയത്തിലെ പട്ടക്കാരനായിരുന്നു റെവറൻഡ് ഡ്വെയിൻ മില്ലർ. അദ്ദേഹത്തിന്റെ വൈഭവങ്ങൾ 1990-ലെ കാര്യമാണ്. വൈഭവങ്ങൾ, അദ്ദേഹത്തിന്റെ വോയിസ്, ശബ്ദം, അനുഗ്രഹീത പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഈ മനുഷ്യന്റെ ശബ്ദം റോയൽ ട്രംപറ്റ് വോയിസ് എന്ന് വിളിച്ചു. സ്വർഗീയ രാജകീയ കാഹളം. ഇപ്പൊ എന്താ ശബ്ദമായിരിക്കും അത്. ഒരു വശത്ത് ബേസ് പാടിയാൽ ഇപ്പുറത്ത് എത്ര പേര് നിന്നാലും ഒക്കുകയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ. ആൻഡ് ഹി വാസ് എ കമ്പോസർ. സംഗീതം അദ്ദേഹം ചിട്ടപ്പെടുത്തുന്നു. ലിറിസിസ്റ്റ്, എഴുതും ആത്മീയ ഗാനങ്ങൾ, പിന്നെ കണ്ടക്ട് ചെയ്യും മുമ്പിൽ നിന്ന്. ആമേൻ. ഒന്നാന്തരമായിട്ട് പ്രസംഗിക്കും. And he was an orator and expositor, ഡ്വെയിൻ മില്ലർ. വചനം തുറന്നാൽ അത് ഇങ്ങനെയാ, അങ്ങനെയല്ല, ഇങ്ങനെയാ കൃത്യമായിട്ട്. സ്തോത്രം. അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഇതും പോരാതെ കുഞ്ഞുങ്ങളിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അനുഭവവും വചനവും വേണമെന്ന നിർബന്ധത്തോടെ കുഞ്ഞുങ്ങളുടെ ഇടയിലും അത് ചില ബുദ്ധിമുട്ടാ. ആമീൻ. ലളിതമായി സുവിശേഷം പറയാനും അദ്ദേഹം ശ്രമിച്ചു. എന്ത് നല്ലൊരു പട്ടക്കാരൻ. ആൻഡ് ഹി വാസ് എ പിയാനിസ്റ്റ്. ദേശാടന പക്ഷികൾ ചിറകടിക്കുന്നത് പോലെ പിയാനോയിൽ അദ്ദേഹത്തിന്റെ വിരലോടുന്നത് അന്തം വിട്ട ആളുകൾ നോക്കി നിന്നു. 2400 പേരുള്ള ദേവാലയത്തില് എല്ലാവരും ആദരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ജോയ്ലീൻ, 2 പെൺമക്കൾ. 1990 ജാനുവരിയിൽ ഒരു ഫ്ലൂ, പകർച്ചപ്പനി. പതുക്കെ പതുക്കെ ശബ്ദം മാറി. പിന്നീട് 63 സ്പെഷ്യലിസ്റ്റുകൾ, 200-ലധികം ഡോക്ടർമാർ, ഒത്തിരി പണം. അവരൊരു തീർപ്പ് കൽപ്പിച്ചു. നിങ്ങളുടെ ശബ്ദം പെർമനന്റ്ലി, അത് എന്നേക്കുമായി തിരിച്ചു വരാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മെഡിക്കൽ സയൻസ് കൈമലർത്തി. മാത്രമല്ല, ലാറിങ്സ് ആൻഡ് ആ ത്രോട്ട്, തൊണ്ടയും ശബ്ദനാളിയിലും ഒക്കെ വീക്കം വന്ന് ഉമിനീരിറങ്ങുന്നില്ല. പരിശോധിക്കാൻ ആ ഒരു എൻഡോസ്കോപ്പി, അതിൻ്റെ ഒരു സാധനം താഴോട്ട് ഇറക്കാൻ ഒക്കുന്നില്ല, ഭക്ഷണം ഇറക്കാൻ ഒക്കുന്നില്ല. അന്ന് ആ ദേവാലയ സമൂഹത്തിലെ പ്രഗത്ഭന്മാർ അവര് തമ്മിൽ പറഞ്ഞു, നമുക്ക് ബാധ്യതയായല്ലോ. ഹല്ലേലൂയ. കർത്താവ് വേദനിക്കുന്നവരല്ലേ ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യന് വേദനിച്ചു. സമ്പാദ്യമില്ലാത്ത മനുഷ്യൻ, കിട്ടിയത് മുഴുവനും വേലയ്ക്കായി പകുത്തുകൊടുത്ത മനുഷ്യൻ, 2 പെൺമക്കളുമായി ഭാര്യയുമായി ജോലി രാജിവെച്ച് ഇറങ്ങി. ആമേൻ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ വയ്യ, നിസ്സഹായതയാണ്. ആമേൻ. സ്റ്റിറോയിഡുകൾ ഒത്തിരി ഉപയോഗിച്ചു, മരുന്നുകളേറെ ഉപയോഗിച്ചു. ഒടുവിൽ ഇൻഷുറൻസ് ഏജൻസി പറഞ്ഞു, തൊണ്ടയിലെ ശബ്ദമില്ലായ്മ ഗുരുതര രോഗമല്ലാത്തതിനാൽ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയ 18,000 രൂപ തിരിച്ചു തരണം. അതിനുള്ള ലിറ്റിഗേഷൻസ്, കോടതി നടപടികൾ ആരംഭിച്ചു. ഒരു ചെറിയ ജോലി, പകർത്തെഴുത്ത്, ഈ ആധാര സംബന്ധമായ പകർത്തെഴുത്ത്, അതിനായി പോയി ചെറിയ വരുമാനം, ഭക്ഷണം വാങ്ങാമല്ലോ, അവരും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നെ തൻ്റെ സ്വന്തം ഇടവക ഹൂസ്റ്റണിലേക്ക് ചെന്നു. അവിടെ 10-300 കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്. അവിടെ ചെന്ന് പുറകിലത്തെ
ബെഞ്ചിലിരിക്കും. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞ് ഭക്ഷണം കിട്ടുമല്ലോ. ഒടുവിൽ മനസ്സലിഞ്ഞവരൊരു ജോലി കൊടുത്തു. 15 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ ശബ്ദം വലിയ ശബ്ദമാക്കുന്ന ശക്തിയുള്ള ഒരു മൈക്രോഫോൺ ഫിറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ സങ്കീർത്തനം വായിക്ക്, അതിന് ചെറിയൊരു പ്രതിഫലവും കൊടുക്കും. ആ മനുഷ്യൻ വായിക്കും, കണ്ണ് തള്ളും, ശരീരം വിറയ്ക്കും, പനിക്കും, ശ്വാസം മുട്ടും. 2 ഓമന പെൺകുഞ്ഞുങ്ങൾ നെഞ്ചത്ത് വന്ന് തിരുമ്മും. അപ്പൻ്റെ ആമേൻ നെറ്റിയിൽ തുണി നനച്ചു വെക്കും. ആമേൻ. ചിലപ്പോൾ 8 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു ദിവസം ഞാൻ ചുരുക്കി പറയാം. 1993 3 സംവത്സരങ്ങൾ കഴിഞ്ഞു. 1993 ജാനുവരി മാസം 15-ാം തീയതി ഒരു തോക്ക്, നിറതോക്ക്, ഭാര്യയും മക്കളും ഉറങ്ങുന്നു. ആരോ പറഞ്ഞത്രേ, നിങ്ങളാണ് തടസ്സം, നിങ്ങൾ ചത്താൽ അനാഥരായ ഭാര്യയും മക്കളെയും ഏതെങ്കിലും ആതുര സേവന കെയർ ഓഫിൽ സഹായിക്കല്ലേ. നിറതോക്കുമായി അത് വായ്ക്കകത്ത് വെച്ച് 4 മണിക്കൂർ ആ മനുഷ്യൻ ഇരുന്നു. ഹല്ലേലൂയ. ആയുധം വെച്ച് കീഴടങ്ങുന്നത് പോലെ പിതാവ് തന്ന വേദപുസ്തകം വെച്ച് കരഞ്ഞ് പിന്മാറി തോക്ക് വായിൽ വെച്ച് 4 മണിക്കൂർ ഇരുന്നു. കാഞ്ചി വലിച്ചില്ല. ആമേൻ, ദൈവകൃപ. ഹല്ലേലൂയ. ജാനുവരി 17 1993 വീണ്ടും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്നു. കുറ്റബോധമുണ്ട്. സങ്കീർത്തനം വായിച്ചു പഠിക്കാനോ എന്തെങ്കിലും ഒരു ചിന്തയിലും പറയാനോ ഒരുങ്ങിയില്ല. പക്ഷെ ഇനി പറയുന്നത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. ദ മൊമെന്റ്സ് ഓഫ് മിറക്കിൾ, ഡ്വാൻ മില്ലറിന്റെ ജീവിതത്തിൽ ആമേൻ നടന്ന അത്ഭുതം ലൈവ്. ആമേൻ. 1993 ജാനുവരി മാസം 17 3-ാം ഞായർ ഒരുക്കമില്ലാതെ ചെന്നു, വേദപുസ്തകം തുറന്നു. ദാവീദ് പാടിയ പാട്ട് 103-ാം സങ്കീർത്തനം. 2 വാക്യമേ വായിച്ചുള്ളൂ. He heals all my diseases. അവൻ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഓൾ മീൻസ്. അദ്ദേഹം അത് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. വരാത്ത ആബ്സെന്റ് ആയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാന്. പക്ഷെ ആരോ അറിയാതെ ഇതും റെക്കോർഡ് ചെയ്തു. ഓൾ എന്നാൽ എബ്രായ ഭാഷയിൽ എവറി ലാസ്റ്റ് വൺ വിത്തൗട്ട് എക്സെപ്ഷൻ. ഏത് ഒടുക്കത്തെ രോഗവും അവൻ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് 4-ാം വാക്യം വായിച്ചു. ഡ്വാൻ മില്ലർ. He redeems my life from the pit, the grave of destruction. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന്, ആമേൻ, നാശകുഴിയിൽ നിന്ന്, പിറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ he spelled the word pit. അത് ആമേൻ ജനം ശ്രദ്ധിച്ചു, അത് റെക്കോർഡ് ചെയ്തു. പിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡ്വാൻ മില്ലറിന്റെ ആമേൻ കഴുത്തിൽ ആരോ പിടിച്ചത് നീങ്ങിയതുപോലെ ശബ്ദം മുഴങ്ങി. പിറ്റ്. He still heals എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, ഉള്ളിൽ പറഞ്ഞത്രേ, why not me Lord? എന്റെ കാര്യത്തിൽ എന്തേ കർത്താവേ ഇല്ലാത്തത്? Then he was healed. ശബ്ദം മുഴങ്ങി, ജനം നിലവിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മെഡിക്കൽ സയൻസിന്റെ രേഖകളെല്ലാം ഉണ്ട്. സംശയമുള്ളവർ, നിരീശ്വരവാദികൾ പരിശോധിച്ചു. സ്കാർഡ് ടിഷ്യൂസ്, രോഗാതുരമായ കേടുപാട് വന്ന ഏതെങ്കിലും കോശങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വിദൂര ഭൂതകാലത്തിലെങ്കിലും ഈ മനുഷ്യന് തൊണ്ടയ്ക്കൊരു രോഗമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനാവാതെ അവന്റെ തൊണ്ട മുഴുവനും സൗഖ്യമായി. ഹല്ലേലൂയ. ദാറ്റ് ഈസ് റിസ്റ്റോറേഷൻ. അതാണ് യഥാസ്ഥാപനം. അസാധ്യമായ വിഷയങ്ങളിൽ ഒരു വല്ലഭന്റെ കൈ ഏർപ്പെടുമ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത്, തൻ്റെ സൗഖ്യം കിട്ടിയ മണിക്കൂറുകൾ, പിന്നെ 17-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞു, കുറച്ചു സ്നേഹിതന്മാരും താനും അവിടെ ഇരിക്കുന്നു.
എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പിയാനോയുടെ മുമ്പിൽ ഡ്വൈൻ മില്ലർ പോയിരുന്നു. കണ്ണുനീര് വീണ് അതിൻ്റെ ആ ഒരു കറുപ്പും വെളുപ്പുമായ കീയെല്ലാം വഴുതുന്നത് പോലെ. പക്ഷെ കൂട്ടുകാരൻ തന്റെ ഡയറിയിൽ എഴുതി, ഇതാ ഡ്വൈൻ മില്ലർ നിലവിളിയോടെ സ്തോത്രത്തോടെ മുറ്റത്തേക്കിറങ്ങി. സ്തോത്രം. മുറ്റത്തേക്കിറങ്ങി തന്റെ കീശയിൽ ആമേൻ തിരനിറച്ച തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് ശൂന്യതയിലേക്ക് വെടിവെച്ചു. അപ്പോൾ മുറ്റത്തെ കരുവേലക ഓക്കുമരത്തിൽ നിന്ന് രാപ്പക്ഷികൾ പറന്നുപോയി. ആമേൻ. വീണ്ടും ദൈവത്തെ സ്തുതിച്ചു. പ്രഭാതമായി, പ്രകാശം പരന്നു. പിന്നെ ഇരുട്ട് ഒരിക്കലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ മടങ്ങി വന്നിട്ടില്ല. ന്യൂ വോയിസ് മിനിസ്ട്രീസ്. ഇതാണ് യഥാസ്ഥാപനം. അസാധ്യമായ വിഷയങ്ങളിൽ കർത്താവ് ഇടപെട്ട് യേശു കർത്താവിന് ലാഭമുള്ള ആമേനെ റിസ്റ്റോർഡ് ഇയേഴ്സ് അഹെഡ്, ആമേൻ, യഥാസ്ഥാനപ്പെട്ട വർഷങ്ങൾ മുന്നോട്ട് നൽകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അത് നിങ്ങൾക്ക് കൂടിയാ. റിസ്റ്റോർഡ് ഒരു ഊഴം കൂടെ നൽകിയ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം. പക്ഷേ നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ, ആമേൻ, നിങ്ങളുടെ ചിന്തകൾക്കുമേൽ കർത്താവ് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഏൽപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവ് അടുത്തു വരുമ്പോൾ ചില തിരുത്തലുകൾ സംഭവിക്കും. സ്തോത്രം. ആമേൻ. സക്കായിക്കടുത്ത് കർത്താവ് വന്നപ്പോൾ മനസ്സിലായി, എൻ്റെ സ്റ്റോറിൽ, ആമേൻ, എൻ്റെ കലവറയിലെ നാണയങ്ങൾ പലതും കണ്ണീരുപ്പ് പുരണ്ടിട്ടുണ്ട്. അത് ആമേൻ എൻ്റെ സ്റ്റോറിൽ നിന്ന് മാറണം. ഐ ഹാവ് ടു റീസ്റ്റോർ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവ് അടുത്തു വരുമ്പോൾ മറ്റു ചിലത് സംഭവിക്കും. ഒരു മിഷണറിയുടെ സാക്ഷ്യം ഞാൻ ഇങ്ങനെ വായിച്ചു. ആമേൻ. 2 മിഷണറിമാർ, ദൈവവേലക്കാർ, ആമേൻ, ബോത്ത് ആർ ഓർഡൈൻഡ്. രണ്ടുപേരും ആമേൻ പട്ടക്കാർ തന്നെയാണ്, സുവിശേഷ വേലക്കാർ. അവർ തമ്മിൽ ഒരു കലഹം ഉണ്ടായി. സ്തോത്രം. പിന്നെ ഏതോ സമയത്ത് അവർ തമ്മിൽ കൈകൊടുത്ത് ആമേൻ സ്നേഹത്തോടെ ജീവിച്ചു. പക്ഷെ ഈ 2 കുടുംബങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ മാറുന്നില്ല. ഒരു ഗുണനപ്പട്ടി പോലെ, ആമേൻ, വെട്ടുക്കിളി തിന്നതിന്റെ ബാക്കി വിട്ടിൽ നശിപ്പിച്ചത്, അങ്ങനെ ഒരു പരമ്പര പോലെ. അവര് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് തൊട്ടു കാണിച്ചു കൊടുത്തു. സ്തോത്രം. ദാവീദ് ജീവിതത്തിൽ തെറ്റ് ചെയ്തു. പക്ഷെ 51-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, ബത്ശേബയോട് തെറ്റ് ചെയ്തു എന്നല്ല, ദൈവമേ നിന്നോട് തന്നെ ഞാൻ തെറ്റ് ചെയ്തു. എനി സിൻ, അത് മനുഷ്യനോടാകാം, ഭാര്യയോട് ദേഷ്യപ്പെട്ടതാകാം, ആമേൻ, കൂട്ടു സഹോദരനോട് കലഹിച്ചതാകാം. അത് അവനോട് ചെയ്ത പാപം മാത്രമല്ല, ദൈവത്തോടും ചെയ്തതാണ്. ദൈവത്തോട് ഏറ്റു പറയണം. ഹല്ലേലൂയ. മടങ്ങി വന്ന മുടിയനായ പുത്രൻ പറഞ്ഞു, ആമേൻ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. പലതും പരസ്പരം പറഞ്ഞ് അങ്ങനെ തീർക്കാൻ വരട്ടെ. തമ്പുരാനോട് സെറ്റിൽ ഇറ്റ്. ഹല്ലേലൂയ. ആമേൻ. എങ്കിൽ അവൻ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹിതമല്ല കർത്താവേ, അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ ഞങ്ങൾ മാനുഷികമായി പലതും ശ്രമിച്ചും, ആമേൻ, പല വ്യാജങ്ങളും, ആമേൻ, പല പിഴകളും, പല ആമേൻ ആമേൻ പിഴകളൊക്കെ സംഭവിച്ചു. പക്ഷേ മുന്നോട്ടപ്പാ നിന്റെ കരങ്ങളിലേക്ക് നൽകുവാൻ തക്കോണം ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്നു. എത്ര തകർന്നാലും യഥാസ്ഥാനപ്പെടുത്തുവാൻ ഒരുവൻ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇതാ ഏൽപ്പിക്കുന്നു, മെനഞ്ഞിടണേ, വാർത്തെടുക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുപ്പാൻ മനസ്സുള്ളവർ, നിങ്ങളുടെ ആയുസിന്റെ ലാഭം കർത്താവിന് കൊടുപ്പാൻ മനസ്സുള്ളവർ, ഇതുവരെ അപ്പാ തലമുറകളുടെ മുൻപിൽ യോഗ്യമായി ജീവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സ്തോത്രം, കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ വിത്ത് ഇന്റഗ്രിറ്റി, ആമീൻ, സ്തോത്രം, നടന്നാൽ അടുത്ത തലമുറയെ ഞാൻ അനുഗ്രഹിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. തുറന്ന വേദപുസ്തകം മടങ്ങി വരട്ടെ, മടങ്ങിയ മുട്ടുകൾ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കരം കോർത്തുള്ള പ്രാർത്ഥന മടങ്ങി വരട്ടെ. ഇന്ന് രാത്രികാലം സ്തോത്രം ആയിരിക്കുന്നിടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാൻ മനസ്സുള്ളവർ എഴുന്നേൽക്കാം. അപ്പാ സ്തോത്രം. എത്ര തകർന്നാലും എത്ര നിസ്സഹായമായാലും ആമേൻ പുനഃസ്ഥാപിക്കുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന, സൗഖ്യമാക്കുന്ന, ആമേൻ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ടല്ലോ. ഞങ്ങളുടെ മുറിവുകളെ പൊറുപ്പിച്ച് സൗഖ്യം നൽകുന്ന ഒരുവനല്ലോ. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുള്ളവർ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഭയമില്ലാതെ നാളെയിലേക്ക് പോകുവാൻ ഒരു യഥാസ്ഥാപനം. സ്തോത്രം, സ്തോത്രം. വഴിയിൽ ഉപേക്ഷിക്കാത്തവൻ, ആമേൻ, നിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാവുന്നവൻ, അവന്റെ കരങ്ങളിലേക്ക് കൊടുപ്പാൻ മനസ്സുണ്ടോ?
ഹല്ലേലൂയ. ഇതാ ഏൽപ്പിക്കുന്നപ്പാ. സ്തോത്രം, 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 സ്തോത്രം. അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം അർപ്പണം ചെയ്യുന്ന ആത്മനിയോഗാൽ അല്പമെനിക്കുള്ളതെല്ലാം ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഉന്നതനേ തവ സേവയിൽ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. ചില ചുവടുകൾ ഉറയ്ക്കുന്നില്ല കർത്താവേ, ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. ഇരുളായത് ആഴമായത്, ആമേൻ, ഉപയോഗശൂന്യമായതുപോലെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പാഴായത്, യൂസ്ലെസ്, എംപ്റ്റി, ആമേൻ, ഡീപ്പ് ആൻഡ് ഡാർക്ക്. അവിടുന്ന് ഇടപെടുമ്പോൾ ഫലമുണ്ടാകുന്നല്ലോ, വേരുറയ്ക്കുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. മുന്നോട്ടു പോകാനുള്ള കൽപ്പനയുണ്ടല്ലോ. ഏൽപ്പിക്കാൻ മനസ്സുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. അവിടുത്തെ വരവ് താമസിച്ചാൽ, ആമേൻ, കുഴിമാടത്തിൽ കാത്തു നിൽക്കുന്ന പുഴുക്കൾക്കായുള്ള ശരീരമാണ്. പക്ഷെ ഇതൊരു യൂസ് ആൻഡ് ത്രോ സിസ്റ്റം. ഇത് കർത്താവിന് വേണ്ടി യൂസ് ചെയ്തവന്റെ കാലിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ടതാ. ആമേൻ. ടു സ്റ്റാൻഡ് ഫോർ ദ യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്. ഏകരക്ഷാമാർഗമായ യേശു കർത്താവിനോട് നിൽപ്പാൻ കൃപ നൽകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. സത്യം പറയുമ്പോൾ ദേ ആർ വിക്ടിമായി. സത്യം പറയുന്നവന് നേരെ വിരല് ചൂണ്ടുന്നത് പോലെ രാഷ്ട്രീയമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഞങ്ങളുടെ സാക്ഷി ഭംഗം കൊണ്ട്, ആമേൻ, ഈ വഴികളോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. ദുർവർത്തമാനങ്ങൾ വേഗത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക. സുവാർത്ത, ആമേൻ, ചുമക്കുവാൻ, ജീവനുള്ള വിത്ത് ചുമക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, അനേകർ ആവശ്യമുള്ള ഈ കാലത്ത് ഞങ്ങളുടെ സഭയിലെ മിഷൻ വയലുകളെ, ആമേൻ, ഭാരതത്തിലെ എല്ലാ മിഷൻ വയലുകളെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പ അവിടുത്തെ കാര്യം ഏർപ്പെടണേ. ഇറങ്ങിയവരെ നിർത്തണേ. ആമേൻ. രാഷ്ട്രീയ കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണേ. അവൻ വേലക്കിറങ്ങിയ, അവൻ ചില ആരോഗ്യത്തോടെ ഇറങ്ങിയവർ രോഗികളാണപ്പാ. അവൻ അകത്തും പുറത്തും സൗഖ്യം നൽകുന്നവനെ, തലമുറയ്ക്ക് സൗഖ്യം നൽകുന്നവനെ ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം, സ്തോത്രം. ചില വിഷയങ്ങൾ എന്തായെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഡബിൾ, ആമേൻ, സ്തോത്രം, ഇരട്ടിയായി യഥാസ്ഥാനപ്പെടുത്തുന്ന, ആമേൻ, അവിടുത്തെ കരത്തിനായി സ്തോത്രം. യോബിനെ യഥാസ്ഥാനപ്പെടുത്തിയല്ലോ. ആമേൻ. യേശുവിനെ സ്നേഹിപ്പാൻ കൃപ നൽകണേ. അവൻ സമയം നൽകുവാൻ കൃപ നൽകണേ. ഇതുപോലൊരു രാത്രി അല്ലെങ്കിൽ പകൽ അവിടുന്ന് മേഘങ്ങളിൽ വരുമ്പോൾ, ആമേൻ, മണ്ണുകൊണ്ടുള്ള ഈ ആയുസ് ലാഭമാകുവാൻ തക്കവണ്ണം ഇനി മുന്നോട്ട് യഥാസ്ഥാനപ്പെടുത്തിയ സംവത്സരങ്ങളെ നൽകണേ. ആമേൻ. ഞങ്ങളുടെ കലവറയിൽ അനാവശ്യമായത് നീങ്ങിപ്പോകട്ടെ. ആമേൻ. ഇരുട്ടിന്റെ നിഴലുകൾ, മാറാലുകൾ നീങ്ങിപ്പോകട്ടെ. തുറന്ന വചനം വരട്ടെ, ആരാധന വരട്ടെ, സാഹോദര്യം വരട്ടെ, ആമേൻ, കണ്ണുനീര് വരട്ടെ. ആമേൻ. യേശുവിന് വേണ്ടി കഠിനാധ്വാനം മടങ്ങി വരട്ടെ. Praise the Lord. Restore us, Lord. ആമേൻ. ഞങ്ങളുടെ കലവറയിൽ ചേർക്കേണ്ടത് ചേർക്കണേ. മുന്നോട്ടു പോകാൻ വിഭവത്തെ ചേർക്കണേ. ആമേൻ. ഊർജത്തെ ചേർക്കണേ. ആമേൻ. ആനന്ദത്തോടെ ഉണരുവാൻ കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേലയ്ക്കായി സമർപ്പിച്ച ഞങ്ങളുടെ യൗവനക്കാരുണ്ട്, പ്രത്യേകം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ കരങ്ങളെ, കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഏൽപ്പിക്കട്ടെ കർത്താവേ. ഏതൊക്കെ മേഖലകളിൽ തകർന്നിരിക്കുന്നെന്ന് അവിടുന്ന് അറിയുന്നു. ഏതൊക്കെ രോഗങ്ങളുടെ ആരംഭങ്ങൾ ഞങ്ങളുടെ ഈ മൺകൂടാരത്തിലുണ്ട് എന്ന് അവിടുന്ന് അറിയുന്നപ്പാ. ചികിത്സയെന്ന് തെറ്റിദ്ധരിച്ച് മറ്റേതൊക്കെ രോഗങ്ങൾക്ക് ഞങ്ങൾ കാരണമാകുന്ന, ആമേൻ, ഇമ്മച്വർ മെഡിക്കേഷൻ, ആമേൻ, അവിടുന്ന് അറിയുന്ന കർത്താവേ. ഞങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾ, അവരെ സ്വാധീനിക്കുന്ന വ്യക്തികൾ, അവരായിരിക്കുന്ന കുഴികൾ, ആമേൻ, ഫ്രം ദ പിറ്റ്. ഹല്ലേലൂയ. ഡുവാൻ മില്ലറിനെ വിടുവിച്ചതുപോലെ കുഴികളിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുയർത്തുന്ന അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. സ്തോത്രം, സ്തോത്രം. ഏതെങ്കിലും അന്ധകാര ശക്തികൾ, ക്ഷുദ്രശക്തികൾ, വിഗ്രഹശക്തികൾ, ഇരുട്ടിന്റെ ആത്മീയതകൾ, ആമേൻ, സ്തോത്രം, വഴിപിഴപ്പിക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന, ബന്ധങ്ങളെ അകറ്റുന്ന ഏതെങ്കിലും അന്ധകാര വ്യാപാരങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആകാശത്തിനും ഭൂമിക്കും നാഥനായ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ഞങ്ങളുടെ ജയം പരസ്യ കാഴ്ചയാക്കി
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ അവകാശപ്പെട്ട് ആമേൻ. സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുന്ന അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു അപ്പ. എല്ലാ പുകഴ്ചയും അറുക്കപ്പെട്ട നിത്യ കുഞ്ഞാടിന് ആമേൻ. ഞങ്ങളുടെ ശിഷ്ടായുസിന്റെ പരമാവധി ലാഭം യേശു ക്രിസ്തുവിനാകുവാൻ അവിടുന്ന് സഹായിക്കണേ അപ്പ. ഒരു കാരണവശാലും യേശു കർത്താവല്ലാതെ മറ്റൊരു ആരാധനാ വിഷയം വരാതെ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. അവിടുത്തെ ആമേൻ ജീവനുള്ള വചനം ചുമക്കുവാൻ, ആമേൻ വയലിൽ അധ്വാനിപ്പാൻ, ഞങ്ങളുടെ സമയം പരമാവധി കർത്താവിന് നൽകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ കൃപയുള്ള കരുതലിലും കാവലിലും നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ. കർത്താവ് തന്റെ ദൈവപ്രസാദം നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ നിരന്തര സാന്നിധ്യം, സഹായം, അനുഗ്രഹങ്ങൾ, നന്മകൾ, വാഴുകൾ കേട്ട വചനത്തിന്റെ മേലും തീരുമാനമെടുത്തവരുടെ മേലും തുടർന്നും കാലാവസാനത്തോളം എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.